തൊട്ടടുത്ത ടൗണിൽ ഉത്സവം നടന്നാലും 4 വീടിനപ്പുറം ഒരു ദുരന്തം നടന്നാലും ന്യൂ ട്രെൻഡ്സുകൾ എന്തെന്നറിയാനും ഏതൊരാളും ഇപ്പോൾ പെട്ടെന്ന് ആശ്രയിക്കുന്നത് യൂട്യൂബിനെയാണ്. മുൻപൊക്കെ ആളുകൾ പറഞ്ഞും അറിഞ്ഞും വ്യക്തമല്ലാതെ എത്തിയിരുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ലൈവായി കുറച്ചുകൂടി വൃത്തി കാണാമെന്നത് തന്നെയാണ് യൂട്യൂബിനെ ഇത്രയും ജനസമ്മതി ഉണ്ടാക്കിയത് സമ്മതിക്കാതെ വയ്യ. ചിലർ നേരം കൊല്ലിയായി മാത്രം കണ്ടിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ വരുമാന മാർഗം കൂടി ആയി കണ്ടു തുടങ്ങിയതോടു കൂടിയാണ് യൂട്യൂബ് തരംഗമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വിനോദം എന്നതിൽ ഉപരിയായി പലർക്കും ഇതൊരു ജീവിത മാർഗം കൂടിയായി മാറിയിട്ടുണ്ട്. ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുതിയ അൽഗോരിതം കൊണ്ടുവരിക എന്നത് യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു വേണ്ടി ഒരു വലിയ കൂട്ടം ടീമുകൾ തന്നെ ഈ ടീമിന് പുറകിലുണ്ടെന്ന് സുക്കർബർഗ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ഒരു യൂട്യൂബ് പ്രേമിയാണെങ്കിൽ ഞെട്ടാൻ തയ്യാറായിക്കോളൂ. പുത്തൻ ഫീച്ചറുകളുമായി രൂപത്തിലും ഭാവത്തിലും കുറച്ചുകൂടി കിടിലൻ മാറ്റങ്ങളുമായാണ് യൂട്യൂബ് തന്റെ 2025 തുടങ്ങുന്നത്. ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രിയപ്പെട്ട സ്കീമിംഗ് ആയതുകൊണ്ട് തന്നെ നിരവധി മാറ്റങ്ങൾ ആപ്പിലും വെബിലുമായി യൂട്യൂബ് അടുത്തിടെ പരീക്ഷിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി പുത്തൻ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് യൂട്യൂബ് അധികൃതർ. തൽക്കാലത്തിന് ഈ പരീക്ഷണം എല്ലാ യൂട്യൂബ് ഉപഭോക്താക്കൾക്കും ലഭ്യമല്ലെങ്കിലും പോകെ പോകെ എല്ലാവരിലേക്കും എത്തിക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പുത്തൻ പരിഷ്കാരങ്ങൾ പരീക്ഷണ ഘട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. എങ്ങനെ ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കാമെന്ന് മനസ്സിലാക്കാനും പുതിയ ഫീച്ചറുകൾ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാമെന്നുമുള്ള ചിന്തയുടെ ഭാഗമായാണ് യൂട്യൂബ് കൂടുതൽ അപ്ഡേറ്റുകൾ പരീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് ആ പരിഷ്കാരങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മാറ്റം വീഡിയോ പ്ലേയിങ്ങിലാണ് യൂട്യൂബ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുവരെ 2x സ്പീഡിൽ മാത്രം കണ്ടിരുന്നതിൽ നിന്നും 4x സ്പീഡിലേക്ക് സ്പീഡ് ഓപ്ഷൻ മാറുന്നുണ്ട്. ഇതോടെ മടുപ്പിക്കുന്നതും വേഗത്തിൽ കണ്ടാലും മനസ്സിലാവുന്ന തരം വീഡിയോകൾ കൂടുതൽ വേഗത്തിൽ കണ്ടു തീർക്കാനാവും. മാത്രമല്ല മൊബൈൽ ആപ്പിലൂടെ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന ജംഹൻ എന്ന ഫീച്ചർ ഇനി മുതൽ വെബിൽ കൂടി അവൈലബിൾ ആക്കാനാണ് തീരുമാനം. തീർന്നില്ല വിശേഷങ്ങൾ. യൂട്യൂബ് ഷോർട്സ് കാണുമ്പോൾ ഇനി iOS ഉപഭോക്താക്കൾക്ക് പിക്ചർ ഇൻ പിക്ചർ മോഡ് ഉപയോഗിക്കാം. കൂടാതെ യൂട്യൂബ് ഷോർട്സ് കാണുമ്പോൾ സ്മാർട്ട് ഡൗൺലോഡ് ഓൺ ചെയ്യാനും കഴിയും. ഇതുവഴി ഇഷ്ടമുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ താല്പര്യമുള്ള മറ്റു വീഡിയോകൾ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചറുകളെല്ലാം നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. എന്നാൽ തൽക്കാലം ഇതെല്ലാവർക്കും ലഭ്യമല്ല. പക്ഷെ വിഷമിക്കേണ്ടതില്ല, വൈകാതെ തന്നെ ഈ ഫീച്ചർ ആഗോള വ്യാപകമായി ലഭ്യമാകും. പരീക്ഷണ ഘട്ടത്തിൽ പങ്കെടുത്ത ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ അനുസരിച്ചായിരിക്കും ഫീച്ചറുകളുടെ അന്തിമ രൂപം യൂട്യൂബ് നിശ്ചയിക്കുക.